കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് നോക്കി നിർത്തിയെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു റിലേഷനാണ്. ദാറ്റ് ഈസ് ദ ആംഗുലാർ മൊമെന്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസും ആ ഒരു ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം. അതായത് എല്ലിന്റെയും എൽ ഡാഷിന്റെയും റിലേഷനാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് അവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എൽ ഈസ് ഈക്വൽ ടു എൽ വെക്ടർ വിച്ച് വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് പി പ്ലസ് എൽ ഡാഷ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ജെ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി പ്ലസ് JCM. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയ ലാസ്റ്റത്തെ റിലേഷൻ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്കിപ്പോൾ നോക്കേണ്ടത് ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ടോട്ടൽ എനർജി എത്രയാണ് കൺസേർവ്ഡ് ആണ്. നമ്മൾ സാധാരണ കൺസർവേഷൻ ടോട്ടൽ എനർജി എപ്പോഴും സിസ്റ്റത്തിൽ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ അസംഷൻ പറയാറുണ്ട്. അസംഷൻ കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് പറയാറുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് സം ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മായിട്ടാണ് ടോട്ടൽ എനർജി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കൺസർവേഷൻ ക്വാണ്ടിറ്റി ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രൂഫ്, അതായത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യും. അപ്പോൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക സിഗ്മ ആ ഒരു നൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ഒരു ഡെറിവേഷൻ ആയിക്കൊള്ളും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ സെക്ഷൻ നോക്കുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോട്ടൽ എനർജി. ഓക്കെ, ഞാൻ TE എന്ന് എടുക്കുവാണ്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്കറിയാം ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സം ആണ്? ടോട്ടൽ എനർജി ഓഫ് ഈ സിസ്റ്റം വിച്ച് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇവരുടെ രണ്ട് സം ആണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തു വരാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും വർക്കിനെ കുറിച്ച് പറയും. വർക്കിനകത്ത് ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു കേസിൽ നമ്മൾ അവിടെ പിന്നെ അതിന്റെ കൈനറ്റിക് എനർജി ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൊമെന്റം കിട്ടും. മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ മാസ് ഇൻടു വെലോസിറ്റി ആയിക്കൊള്ളും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് കൈനറ്റിക് എനർജി ടേം ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ നിങ്ങളത് ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചൊരു കാര്യമാണ്. അത് S1ലും പഠിക്കുന്നുണ്ട്. ഓക്കെ, പല സെമ്മിലും പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ്. അത് F is equal to മൈനസ് ഡെൽ വി. ഓക്കെ, ഡെൽ വി എന്നോ യു എന്നോ ഒക്കെ പറയാം. ഓക്കെ, വി ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സമയത്ത്. ഇതെന്താണ് യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ച് ഒന്ന് വർക്കിന്റെ ടേംസിൽ നിന്ന് ഫോഴ്സ് എടുക്കും, അതിൽ നിന്ന് നമ്മൾ മാസിന്റെ വെലോസിറ്റി ആ ടേംസ് കൈനറ്റിക് എനർജി കാര്യം എടുക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ എന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി ടേം എടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ഇത് രണ്ട് സം ചെയ്തിട്ട് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയും. അടുത്ത സ്റ്റെപ്പിൽ വേറൊരു സ്റ്റെപ്പ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് കൈനറ്റിക് എനർജി ടേം പൊട്ടൻഷ്യൽ എനർജി ടേം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം നോക്കാം. അതിനുശേഷം കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം നോക്കാം. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു വർക്ക് ഡൺ, അതായത് നമുക്കറിയാം W is equal to എന്താണ് F ഡോട്ട് S ആണ്. ഓക്കെ, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, FS cos തീറ്റ എന്ന് പറയാം. FS cos തീറ്റ. ഓക്കെ, ഫോഴ്സ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രൊഡക്റ്റ് ആണ്. നമുക്ക് FS cos തീറ്റ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇന്റഗ്രൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ W is equal to സിഗ്മ I ഇന്റഗ്രൽ Fi ഡോട്ട് ഡി ആർ. ഡി ആർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ടേം തന്നെയാണ്, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോഴ്സിനകത്ത് നമുക്ക് വർക്ക് ഡണിനകത്ത് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ വർക്ക് ഡൺ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും ഒരു കോൺഫിഗറേഷനിൽ നിന്ന്, അതായത് നമുക്കൊരു പാർട്ടിക്കിൾസിനെ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് എന്ത് ചെയ്യണം മറ്റൊരു കോൺഫിഗറേഷനിലോട്ട് മൂവ് ചെയ്യണം. ഒരു സിസ്റ്റം ഇപ്പൊ ഇരിപ്പുണ്ട്, ഇതിന് എന്ത് ചെയ്യണം ഈ ഒരു സിസ്റ്റം ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു കോൺഫിഗറേഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്പേസിലോട്ട് എന്ത് നമ്മൾ മൂവ് ചെയ്യണം. സ്പേസിലോട്ട് നല്ല മറ്റൊരു അല്പ ഡിസ്റ്റൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു ഒരു വർക്ക് ഡൺ നടക്കുന്നുണ്ട്. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും ഒരു വർക്ക് ഡൺ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് ഡണിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഒന്നാമത്തെ കോൺഫിഗറേഷനിൽ നിന്നും രണ്ടാമത്തെ കോൺഫിഗറേഷനിലോട്ട് മൂവ് ചെയ്യാനെടുത്ത വർക്ക് ഡൺ നമ്മൾ W എന്ന് പറയും. നമുക്ക് അതിനെ W
W12 എന്ന് എന്ത് ചെയ്യാം വിളിക്കാം. അതെന്താണ്? ഒന്നാമത്തെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലോട്ട് നീക്കാനായിട്ട് എടുത്ത വർക്ക് അതാണ് നമ്മൾ W12 എന്ന് വിളിക്കുന്നത്. വിച്ച് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കിൾ അല്ല സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയണം? അവിടെ നമുക്ക് സബ്മേഷൻ കൊടുക്കണം. സിഗ്മ ഐ ഇന്റഗ്രൽ ഫോർ മൂവിങ് 1 to 2. ഓക്കെ, ഒന്നിൽ നിന്ന് രണ്ട് വരെ മൂവ് ചെയ്യാൻ Fi ഡോട്ട് dr. ഓക്കെ, Fi ഡോട്ട് dr. അപ്പൊ ഇതിൽ നമുക്ക് നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച സ്റ്റെപ്പ് വെച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലായി കാണും. നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു സബ്മേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ പാർട്ടിക്കിൾസിന്റെ കാര്യം നമുക്ക് അവിടെ ആഡ് അപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു സബ്മേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് മെയിൻലി ഇതിൽ വരുന്ന ഡിഫറൻസ്. ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള അതേ സ്റ്റെപ്പ് തന്നെയാണ്. ആകെ വരുന്നത് എന്താണ്? സബ്മേഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഐയും DRI ആ ഒരു ഐ വാല്യൂസ് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ ഇവിടെ വേരിയേഷൻ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഫോഴ്സിന്റെ കേസ് പറഞ്ഞു. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? Fi നമ്മളോട് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ആണ്. ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് Fi എന്ന് പറയുന്നത്. ഇനി ഈ ഫോഴ്സ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിച്ച സമയത്ത് ടോർക്കിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അതിന് പുറമേ നമ്മൾ എന്ത് പറഞ്ഞു? അതിനകത്തൊരു ഇന്റേണൽ ഫോഴ്സ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇന്റേണൽ ഫോഴ്സ് സീറോ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡെറിവേഷൻ ചെയ്യുന്ന സമയം നമ്മൾ ആ ഒരു കേസ് കൂടി ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നോട്ട് ചെയ്യും. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്കറിയാം ബട്ട് എന്താണ് Fi എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാണ്? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് Fi എക്സ്റ്റേണൽ ഫോഴ്സിന്റെയും അതുപോലെ തന്നെ എന്തിന്റെയാണ്? സിഗ്മ ജെ Fij പറയുന്നുണ്ട്. J is not equal to I എന്നൊക്കെ കണ്ടീഷൻ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, Fij ഇന്റേണൽ ഫോഴ്സിന്റെ എന്താണ്? സമ്മാണ് നമ്മളവിടെ പറയുന്നുണ്ട്. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്റേണൽ ഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 നേരിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണം? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W21 വാല്യൂ എന്ത് ചെയ്തു? മാറുന്നു. W21 നമ്മൾ അവിടെ Fiക്ക് പകരം Fi എക്സ്റ്റേണൽ എന്നും Fi ഇന്റേണൽ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ എങ്ങനെയായിട്ട് മാറും? വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഐ. ഓക്കെ, സിഗ്മ ഐ ഓവർ ദ ഇന്റഗ്രൽ 1 to 2 Fi external. ഓക്കെ, Fi external. ഇത് നേരെ ഇവിടെ വന്നു സബ്മേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് Fi external ഡോട്ട് DRI. ഓക്കെ, DRI പ്ലസ് അടുത്ത എന്താണ്? സിഗ്മ ഉണ്ട്, സിഗ്മ ജെ. ഇവിടെ നമുക്കൊരു സിഗ്മ ജെ ഉണ്ട്, ഇവിടെ നമുക്കൊരു സിഗ്മ ഐ കൂടി ഉണ്ട്. നമുക്ക് രണ്ടും കൂടി കൺക്ലൂഡ് ചെയ്തില്ല. സിഗ്മ ജെ എന്ന് അവിടെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമുക്ക് സിഗ്മ ജെ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം എഴുതേണ്ടി വരും. സിഗ്മ ഐ സിഗ്മ ജെ എന്ന് കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല, എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സിഗ്മ ജെ എന്ന് ഒന്ന് കൊടുത്താൽ മതി. കാരണം നമുക്ക് പ്രത്യേകിച്ച് നമ്മളിവിടെ സബ്മിഷൻ എടുക്കാൻ പോകുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് അതുപോലെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതെന്ത് വരും? ദാറ്റ് ഈസ് സിഗ്മ ജെ Fij ഇന്റേണൽ. ഓക്കെ, ഇന്റേണൽ ഡോട്ട് DRI എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന W12 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ടേംസിൽ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഫോഴ്സിന്റെ ടേംസിൽ കിടക്കുന്നതിന് നമുക്ക് നേരെ എന്ത് ചെയ്യണം? നേരെ നമുക്ക് ഇനി ഒരു കൈനറ്റിക് എനർജി ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന രീതിയിൽ മൊമെന്റം ടേംസിലൊക്കെ മാറ്റിയാലേ കൈനറ്റിക് എനർജി ടേംസിലോട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന മെത്തേഡ്, ഇവിടെ നമുക്കിപ്പോൾ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ അത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫോഴ്സ് F is equal to M into A ആണ്. അപ്പൊ ഈ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോഴ്സ് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ MA ടേംസിൽ ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ മാസിന്റെ കൺസ്ട്രക്ഷൻ നിർത്തി, മാസ് അവിടെ നിർത്തി കഴിഞ്ഞാൽ, മാസ് ഇവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? ഫോഴ്സ് ഒരു ഡയറക്റ്റ് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. മാസ് കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ മാത്രമേ വേരിയിങ് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പൊ അതിന് ഞാൻ ഡിആറിന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? dr ഡോട്ട് ബൈ dt. അതായത് എന്താണ്? ഡിആറിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ, dr ഡോട്ട് v ആണ്, dr ഡോട്ട് dv ബൈ dt ആണ് നമ്മുടെ ആക്സിലറേഷൻ ടേം. ഇല്ലെങ്കിൽ എന്ത് പറയും? ദിസ് വിൽ ബി ഈക്വൽ ടു dv ബൈ dt എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് ഒന്ന്
ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആക്സിലറേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി dr ഡോട്ട് ബൈ dt ഈസ് ഈക്വൽ ടു dv ബൈ dt എന്നത് ഇത് അവിടെ കൊടുത്തു. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക മീൻസ് ഇവിടെ എന്ത് ചെയ്യണം, ഒന്ന് ഇതില് ഇവിടെ നമുക്ക് dr ബൈ dt കിട്ടിയിട്ടുണ്ടല്ലോ, dr ബൈ dt വിച്ച് ഈസ് ഈക്വൽ ടു dv ബൈ dt എന്നാണ് നമ്മൾ എഴുതിയത്. ഇതില് fi ഡോട്ട് dr ഈ കിടക്കുന്ന ടേംസ്, ഒന്നാമത് കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് എടുക്കുക. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രം നമ്മൾ എടുക്കണം. കാരണം നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഫോഴ്സ് നമുക്ക് അവിടെ 0 ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ കേസ് അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് fi എന്ന രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, fi എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, എക്സ്റ്റേണൽ കൊടുക്കുന്ന ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ W2 ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ I ഇന്റഗ്രൽ 1 to 2 fi dr. ഓക്കെ, fi dr വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, സിഗ്മ I ഇന്റഗ്രൽ. അപ്പൊ നമുക്കിനി ഫോഴ്സ് എടുക്കണമെങ്കിൽ ഫോഴ്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം, ഫോഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ m വേണം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ ടേമിനെ dr ഡോട്ട് dt എന്ന് കൊടുത്തു, അല്ലെങ്കിൽ dv ബൈ dt നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഫോഴ്സിന് പകരം അവിടെ എന്ത് കൊടുക്കുന്നു, ഫിസിക്കൽ ടു എം ഐക്ക് പകരം ഞാൻ അവിടെ എം ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഓരോ പാർട്ടിക്കിളിന്റെ മാസ് എടുക്കാൻ വേണ്ടി എം ഐ കൊടുക്കുന്നു. ഇൻറ്റു എക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ഡി വി ബൈ ഡി ടി എന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി വി ബൈ ഡി ടി. ഓക്കെ, ഡി വി ബൈ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതി തരാം കേട്ടോ. അപ്പോ ഫോഴ്സ് സിഗ്മ ഐ ആണ്, ഇന്റഗ്രൽ 1 to 2 fi dot dr. ഓക്കെ, fi dot dr which will be equal to എന്ന് കൊടുക്കണം. സബ്മിഷൻ അതുപോലെ വരും, ഇന്റഗ്രൽ 1 to 2 എം എക്ക് പകരം എം ഐ ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഡി വി ബൈ ഡി ടി. ഇനി ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു ഡി ആർ ഉണ്ട് കണ്ടോ, ഈ ഫോഴ്സിന്റെ ഇക്വേഷനിൽ ഇവിടെ ഒരു ഡി ആർ കിടപ്പുണ്ട് കണ്ടോ, ഡി ആർ. അപ്പൊ അതോടെ നമ്മൾ അതുപോലെ എഴുതുക, ഡി ആർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു ഡി ടി ഉണ്ട്, ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡി ടി ഉണ്ട്. ഓക്കെ, ഒരു ഡി ടി ഇവിടെ ഡി ടി ഉണ്ട്, അതിനെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഡി ടി ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു ഡി ടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഡി ടി ഡി ടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡി ആർ തന്നെ കിട്ടും, അവിടെ വേരിയേഷൻ വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഡി ആറിലൂടെ ഒരു ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഇനി കിട്ടുന്ന ഈ ടേം നിങ്ങൾ നോക്കുക. ഈ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്, ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് വി ആണ്, അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി ടേം എന്ന് അവിടെ പറയാം. വെലോസിറ്റി ടേം വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇതൊന്ന് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡി ടി ഇതിന്റെ ഈ ഡി ആർ ബൈ ഡി ടിയുടെ ഡി ടി നമുക്ക് ക്യാൻസൽ ചെയ്യണ്ട. പക്ഷെ ഈ ഡി വി ബൈ ഡി ടിയുടെ താഴെ ഡി ടി ഉണ്ടല്ലോ, ഈ ഡി ടിയും ഈ ഡി ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ ഈസി ആയിട്ട് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഐ ഇന്റഗ്രൽ 1 to 2 എം ഐ ഇൻറ്റു, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോകണം കേട്ടോ ഞാൻ. അതായത് ആദ്യം ഡി ആർ ബൈ ഡി ടി ഇവിടെ എഴുതി, ഡി ആർ ബൈ ഡി ടി. ഡി ആർ അറിയാലോ, ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്, പൊസിഷൻ വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ വെക്ടർ ആണ് ഡി ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടൈം എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, വെലോസിറ്റി തന്നെയായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ വെലോസിറ്റി ടേം തന്നെയാണ് ഈ കിടക്കുന്നത്. അടുത്ത് നമുക്ക് ഈ ഡി വി ഇതുപോലെ ഇട്ടിരിക്കുന്നത്, കാരണം നമുക്ക് ഇന്റഗ്രേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വി അവിടെ എന്ത് ചെയ്യണം, വേണം. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി വിക്കാണ് നമ്മളോട് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി വി ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡി വി ഇപ്പുറത്ത് മാറ്റി എഴുതി. ഇതുപോലെ ഈ ഒരു ഡി ടി ഇവിടെ തന്നെ കൊടുത്തു. അടുത്ത് ഈ ഒരു ഡി ടി എന്ത് ചെയ്യണം, ഇവിടെ എഴുതുവാണ്. ഇപ്പൊ എനിക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം, ഈ ഒരു ഡി ടിയും ഈ ഒരു ഡി ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ അവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതിന് പകരം ഇവിടെ ഡി ആർ ബൈ ഡി ടി അതുപോലെ കിടപ്പുണ്ട്. അത് എന്തെന്ന് എഴുതാൻ പറ്റും, വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഐ ഇന്റഗ്രൽ 1 to 2 എം ഐ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്, അത് വെലോസിറ്റി ആണ്, ഇൻറ്റു ഡി വി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ ഡി വി അവിടെ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഡി വിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ കിടക്കുന്ന ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എം ഐ വി ഡി വി, വി ഡി വി, അതായത് ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, ഇതാണ് ആ ഒരു ഇന്റഗ്രേഷന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന എം ഐ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കുന്ന ഇന്റഗ്രൽ വി ഡി വി എന്ന് കിട്ടും. അതെന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു
വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഐ എം അവിടെ പുറത്തെടുക്കാമല്ലോ, എം ഐ പുറത്തെടുക്കാം. ബാക്കി എന്താ വരുന്നത്? അപ്പോൾ വി സ്ക്വയർ ബൈ 2 വരും. വിത്തിൻ്റെ ലിമിറ്റ് എത്രയാണ്? 1 to 2 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് വിത്തിൻ്റെ ലിമിറ്റ് 1 to 2 വരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൈനറ്റിക് എനർജി ടേംസിലോട്ട് മാറ്റാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? എമ്മിനെ അകത്തോട്ട് ഒന്ന് കൊടുത്തു നോക്കുക. സിഗ്മ ഐ എം ഐ വി സ്ക്വയർ ഹാഫ് എം ബി സ്ക്വയർ ലിമിറ്റ് 1 to 2. ഹാഫ് എം ബി സ്ക്വയർ എന്ന് എന്തിന്റെ ടേം ആണ്? അതവിടെ കൈനറ്റിക് എനർജിയുടെ ടേം ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ടേം ആണ്. സിഗ്മ കെ ഐ എന്ന് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സിഗ്മ കെ ഐ വിത്തിൻ ലിമിറ്റ് 1 to 2 ആണ്. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഇസ് W12. നമ്മൾ W12 സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഡെറിവേഷൻ കണ്ടോ? ആണ് സ്റ്റാർട്ട് ചെയ്തത്. W12 which will be equal to W12 equal to എന്ന് കിട്ടും. W12 which will be equal to K2 minus K1 എന്ന് കിട്ടും. ഓക്കെ, K2 minus K1 ഇതാണ് അവിടുത്തെ കൈനറ്റിക് എനർജി ടേം എന്ന് പറയുന്നത്. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വർക്ക് ഡൺ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം, ഒരു കോൺഫിഗറേഷൻ ഫസ്റ്റ് കോൺഫിഗറേഷനിൽ നിന്ന് സെക്കൻഡ് കോൺഫിഗറേഷനിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്ന ആ ഒരു കൈനറ്റിക് എനർജി, ആ ഒരു ചേഞ്ച് കൈനറ്റിക് എനർജി വർക്ക് ഡൺ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തു. കൈനറ്റിക് എനർജി മാത്രമല്ല, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതറിയാലോ, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി റിലേഷൻ നമ്മൾ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ്, കൈനറ്റിക് എനർജി കുറയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് കുറയും. ബാക്കി ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ടി വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫാണ്. അതാണ് നമ്മുടെ ഒരു കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി റിലേഷൻസ് ഒക്കെ തരുന്നത്. ഓക്കെ, നമുക്ക് കൈനറ്റിക് എനർജി ടേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. അപ്പോൾ ഇതിനെ ഒരു ഇക്വേഷൻ നമ്പർ ഇട്ട് നിർത്തുക. നമ്മൾ ഇക്വേഷൻ നമ്പർ 2 വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 എന്ന് നോട്ട് ചെയ്യുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അടുത്തെടുക്കാനായിട്ട് വരും. നമ്മൾ പറഞ്ഞല്ലോ, ഇനി എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും കൺസർവേറ്റീവ് ആണെങ്കിൽ, ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ടേം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും കൺസർവേറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോഴ്സിനെ പൊട്ടൻഷ്യലിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. അത് ഓൾവേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ തന്നെയാണ്. എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, ഓക്കെ, ഫോഴ്സ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഫോഴ്സിന്റെ ഒക്കെ കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറയുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്? പാത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതായത് ഞാനിപ്പോൾ എർത്തിന്റെ ഒരു സർഫസിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ, ഇപ്പോൾ ഒരു എർത്തിന്റെ സർഫസ് ആണ്, ഇതിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിളിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താലും, അത് ഒന്ന് ഈ ഒരു വഴി കൂടി ഒന്ന് അല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് ലിഫ്റ്റ് ചെയ്താലും അവിടെ വർക്ക് ഡൺ എന്താണ്? സെയിം ആണ്. കാരണം വർക്ക് ഡൺ ചെയ്യുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആണ് വർക്ക് ഡൺ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതെല്ലാം എന്താണ്? പാത്തിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം എന്താണ്? ഇതെല്ലാം കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കൺസർവേഷൻ വരും. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും ഇപ്പോൾ നമുക്ക് കുറെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സിനെയും ഇന്റേണൽ ഫോഴ്സിനെയും അങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. നമുക്ക് എഫ് ഐ എന്ന് പറയുന്ന എഫ് ഐ എക്സ്റ്റേണൽ, ഓക്കെ, എക്സ്റ്റേണൽ ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ യു ഐ എക്സ്റ്റേണൽ. നേരത്തെ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ അതിന്റെ, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. ഇതാണ് അതിന്റെ മെയിൻ ഇക്വേഷൻ, ജനറൽ കേസിൽ വരുന്ന ഇക്വേഷൻ. ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ. നമ്മൾ പല രീതിയിലും പ്രൂഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൂഫായിട്ട് നമുക്കത് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കി വെച്ചേക്കാം എങ്ങനെയാണ് പ്രൂഫ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. എഫ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഐ യു ഐ എക്സ്റ്റേണൽ കിട്ടി. ആൻഡ് ഇതുപോലെ തന്നെ ഇന്റേണൽ എനർജി എഫ് ഐ ജെ internal, which will be equal to എന്താണ്? Which will be equal to minus del ij uij internal. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത ഇതിൽ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 4 നോട്ട് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 4.
ഇപ്പോൾ W12 എന്ന് പറയുന്നത് വർക്ക് ഡൺ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചല്ലോ. വർക്ക് ഡണ് ഈ ഒരു കണ്ടോ, ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് എടുക്കുക. കാരണം നമുക്ക് ഈ ഫോഴ്സിന്റെ ടേംസിൽ നമ്മൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത സമയം നമുക്ക് അതിനെ പൊട്ടൻഷ്യൽ എനർജിയോട് മാറ്റാൻ പറ്റി. ഇനി അടുത്ത ഇതേ ഫോഴ്സിന്റെ ഇക്വേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്ന സമയം നമുക്ക് അവിടെ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ രണ്ട് തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഒന്ന് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മറ്റൊന്ന് കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീകോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇക്വേഷൻ എ എന്ന് നോട്ട് ചെയ്യാം. A. നമ്മൾ ഫ്രം ഇക്വേഷൻ എ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോഴ്സിന് പകരം പൊട്ടൻഷ്യൽ എനർജി ടേം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇക്വേഷൻ നേരെ ഇവിടെ എടുക്കുവാണ്. ഇക്വേഷൻ എ സിംപ്ലിഫിക്കേഷൻ കൊടുക്കാം. നമുക്ക് ആ ഒരു ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. W12 which will be equal to sigma I integral 1 to Fi external dot dr which will be equal to sigma, sorry, equal to the plus അല്ലേ, equal to the plus ആണ്, plus sigma dash j Fij internal dot dr. ഓക്കെ, അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, സിഗ്മ ഐ ഒരു മൈനസ് വരും കാരണം ഈ ഇക്വേഷൻസിൽ മൈനസ് ഉണ്ട്. ഓക്കെ, സിഗ്മ ഐ മൈനസ് സിഗ്മ ഐ ഇന്റഗ്രൽ 1 to 2. ഓക്കെ, ഇന്റഗ്രൽ 1 to 2 ഡെൽ ഡോട്ട് ഡെൽ ഡോട്ട് അല്ല ഡെൽ ഐ യു ഐ എക്സ്റ്റേണൽ. ഓക്കെ, എക്സ്റ്റേണൽ വാല്യൂ ഡോട്ട് ഡി ആർ, ഇവിടെയുള്ള ഡി ആർ അതുപോലെ കൊടുക്കുക. അടുത്ത് വീണ്ടും മൈനസേ വരത്തുള്ളൂ കാരണം ഇവിടെയും മൈനസ് ഉണ്ട്, നെഗറ്റീവ് റിലേറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ അതേ മൈനസ് ഇവിടെ വീണ്ടും വരും, മൈനസ് സിഗ്മ ഐ ജെ. ഞാൻ വീണ്ടും ഇവിടെ ഐ ജെ കൊടുക്കാൻ കാരണം നേരത്തെ നമ്മൾ സിഗ്മ ഡാഷ് ആണ് കൊടുത്തിരുന്നത്, ഇവിടെ നമുക്കിപ്പോൾ ഐ ജെ കൊടുത്തത് നമുക്ക് കണ്ടേ ഇവിടുത്തെ ടേംസിൽ വീണ്ടും ഐ ജെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സിഗ്മ ഡാഷ് വേണമെങ്കിൽ അവിടെ സിഗ്മ ഐ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഐയുടെയും ജെയുടെയും സബ്മേഷൻസ് ഇന്റഗ്രൽ 1 to 2 del ij uij internal dot dr. ഓക്കെ, ഡോട്ട് dr. അപ്പോൾ ഇതുവരെയാണ് നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് എടുക്കാം. ഇനി ഇതില് യു ഐ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ, ഈ ഒരു വർക്ക് ഡൺ കംപ്ലീറ്റ് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യപ്പെടാം. ഒരു അവിടെ ചെയ്ത വർക്ക് ഡൺ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ നേരത്തെ നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി, അതുപോലെ തന്നെ വർക്ക് ഡൺ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടാം. അപ്പോൾ ഇവിടുത്തെ ഈ W12 പകരം നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, യു എന്ന് കൊടുക്കാം, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന ടേംസിൽ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ W12 എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ഒക്കെ കൺസേർഡ് ആണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ ടേംസ് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു വർക്ക് ഡൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെ W12 യു എന്ന് എടുത്തു, which will be ui is equal to ui external plus ui internal. Okay, ui internal. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ടേംസിനാണ് കേട്ടോ ഇത് എഴുതിയത്. ഈ സബ്മേഷനും ഈ ഒരു ഇതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ എന്ത് ചെയ്തത്, ഈ യു ഐ എക്സ്റ്റേണലും യു ഐ ഇന്റേണലും നമ്മൾ അവിടെ കൊടുത്തത്. അപ്പോൾ ആ സബ്മേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, സബ്മേഷൻ ടേം എല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഒരു ഇന്റേണൽ എനർജിയുടെ ടേംസ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇന്റേണൽ എനർജിയുടെ ടേംസ് വരുന്ന സമയത്ത് നമ്മളൊരു സിഗ്മ ഐ ജെ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കും. ഓക്കെ, അതായത് ഇന്റേണൽ എനർജി ടേംസിനകത്ത് ഈ സിഗ്മ ഐ ജെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡബിൾ കോട്ട്സിൽ നൊട്ടേഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സബ്മിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഐ ഈസ് ഈക്വൽ ടു ജെ വരുന്ന സമയത്ത്
ഐ സിക്കൽ ടു ജെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തരും. നമ്മൾ ഒരു പ്രത്യേക നൊട്ടേഷൻ കൂടി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഐ സിക്കൽ ടു ജെ, നമ്മൾ നേരത്തെ ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ. ഇൻ കേസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഐ സിക്കൽ ടു ജെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഐ സിക്കൽ ടു ജെ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഐ സിക്കൽ ടു ജെ വരുന്ന സമയത്ത് അവിടെ ആ ഒരു പൊട്ടൻഷ്യൽ അവിടെ കാണത്തില്ല, അല്ലെങ്കിൽ അവിടെ ഫോഴ്സ് ഒന്നും കാണത്തില്ല. അതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ നമുക്ക് ടേം ആവും. ദാറ്റ് ഈസ് ഒരു ടേം കൂടി വരും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. പൊട്ടൻഷ്യൽ യു ഐ വന്നു. നെക്സ്റ്റ് മൈനസ് സിഗ്മ ഐ ഇന്റഗ്രൽ 1 to 2 del I യു ഐ എക്സ്റ്റേണൽ. ഓക്കെ, del I യു ഐ എക്സ്റ്റേണൽ. നമ്മൾ ആ എക്സ്റ്റേണൽ വാല്യൂ കൊടുത്തു അവിടെ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട്. ഡോട്ട് ഡി ആർ, നമുക്ക് ഇന്റേണൽ എനർജി നമുക്ക് അവിടെ സീറോ ആയി പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്തു? നമ്മൾ എക്സ്റ്റേണൽ എനർജി മാത്രം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ്റ്റേണൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? വിച്ച് വിൽ ബി ഈക്വൽ ടു, മനസ്സിലായില്ല, ഫസ്റ്റ് ടേം മാത്രമേ വരത്തുള്ളൂ. കാരണം ഇന്റേണൽ എനർജി നമ്മൾ പറഞ്ഞു അവിടെ സീറോ ആയി പോവാം. ഇന്റേണൽ എനർജി നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജി ടേംസ് ഇന്റേണൽ എനർജി നമുക്ക് അവിടെ സീറോ ആയിട്ട് പോകും. Which will be equal to minus sigma I integral 1 to 2 du I external. Okay, du external. ഇത് ചെയ്യുന്ന സമയത്ത് which will be equal to minus sigma I ui external over the limit 1 to 2. അപ്പോൾ നമുക്ക് അവിടെ വേറെ വാല്യൂസ് ഒന്നും വരുന്നില്ല. ഡി യു എക്സ്റ്റേണൽ മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി എക്സ് എന്ത് തന്നെയാണ്? അത് എക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിന് അതുപോലെ എന്ത് കിട്ടി? ഡി യു എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റേണൽ യു എക്സ്റ്റേണൽ തന്നെ കിട്ടും. ഓക്കെ, അത് നമുക്ക് ഓവർ ലിമിറ്റ് 1 to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് യു ഐ എക്സ്റ്റേണൽ മൈനസ് യു ടു എക്സ്റ്റേണൽ കിട്ടും. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? അവിടുത്തെ ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഡബ്ല്യൂനെ നമ്മൾ യു എട്ട് മാറ്റിയത്. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? അത് യു വൺ ഇന്റേണൽ മൈനസ് യു ടു ഇന്റേണൽ എന്ത് ചെയ്ത് അവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു കേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യു എക്സ്റ്റേണൽ, സോറി ഇന്റേണൽ അല്ല എക്സ്റ്റേണൽ അല്ലേ? എക്സ്റ്റേണൽ വാല്യൂ ആണ്. എക്സ്റ്റേണൽ വാല്യൂ അതായത് മൈനസ് സിഗ്മ ഇന്റഗ്രൽ 1 to 2 del I ui external in dot dr. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് എന്ത് കിട്ടിയത്? u1 external മൈനസ് u2 external എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിപ്പോ ഫസ്റ്റ് ടേമിന്റെ കേസ് ആണ്. ഇവിടെ നമ്മുടെ അടുത്ത ഈ ഒരു ഇക്വേഷനിലെ ഫസ്റ്റ് ടേമിന്റെ കേസ് ആണ്. ഇനി സെക്കൻഡ് ടേമിന്റെ കേസിൽ അത് ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? സീറോ ആയിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു സീറോ കണ്ടീഷൻ പറയുന്നത്. ഇൻ കേസ് ഐ ഈക്വൽ ടു ജെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പൊട്ടൻഷ്യൽ എനർജി ടേം അവിടെ വരാം. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു ജെ എന്ന് പറയുന്ന കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് ഈ സെക്കൻഡ് ടേമിന് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് സീറോ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ളൂ. ഇൻ കേസ് ഐ ഈക്വൽ ടു ജെ അല്ലാത്ത കണ്ടീഷൻസ് വരാം. ഐ ഈക്വൽ ടു ജെ അല്ലാതെ എന്ത് ചെയ്യാം? ആ രണ്ട് പാർട്ടിക്സ് തമ്മിൽ പൊട്ടൻഷ്യൽ ഇന്ററാക്ഷൻ, ഈ മൂവ്മെന്റ് ഇല്ലാതെ എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഇന്ററാക്ഷൻ വേണം എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇൻഫ്ലുവൻസ് വരാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുവെങ്കിൽ ഇതിപ്പോ എക്സ്റ്റേണൽ എനർജിയുടെ കേസ് ആണ്. ഇത് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി കൂടി എന്ത് ചെയ്യാം? എറൈസ് ചെയ്യാം. അത് ഇന്റേണൽ എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സിഗ്മ ഐ ജെ. ഓക്കെ, ഇത് നമ്മൾ കണ്ടീഷൻ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കണ്ട. അതിന് നമ്മൾ ഈ ഒരു ഫ്രെയിം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന കണ്ടീഷൻ പ്രത്യേകിച്ച് അവിടെ എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എന്ത് മതി? ഒരു ഫ്രെയിം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് കൊടുക്കുക. ചിലപ്പോൾ ഇനി ഫ്രെയിം കൊടുത്ത് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ സിഗ്മ ഐ ജെ വിത്തിൻ ദ ലിമിറ്റ് 1 to 2 del ഐ ജെ യു ഐ ജെ ഇന്റേണൽ എന്ന് വരും. ഡോട്ട് ഡി ആർ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് എന്തായിരിക്കും? u1 ഇന്റേണൽ മൈനസ് u2 ഇന്റേണൽ. അപ്പൊ നമുക്കിവിടെ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
ഇന്റർണലി കൈനറ്റിക് എനർജി നമുക്ക് അവിടെ വരുന്നില്ല. ഒറ്റ കൈനറ്റിക് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ വരുന്നുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി ഒരു കണ്ടീഷൻ വെച്ചിട്ട് രണ്ട് പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. ഒരെണ്ണം എന്താണ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അത് I not equal to J ആയിരിക്കണം. അതിനാണ് നമ്മൾ ഫ്രെയിം കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് ഡെറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് that is W12 which will be equal to എന്താണ് അത് K2 minus K1 ആണ്. ഓക്കെ, K2 minus K1. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞ ഒന്ന് എന്തായിരുന്നു? അത് U1 minus U1 internal minus U2 internal ആണ്. ഓക്കെ, U1 internal minus U2 internal. അടുത്തൊരു ഇക്വേഷൻ എന്തായിരുന്നു? U1 external minus U2 external. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കിനി നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നേ എടുത്ത ഒരു ഇക്വേഷൻ ആണ്. അതായത് W12 എന്നൊരു ഇക്വേഷൻ ഇവിടെ നമ്മൾ എടുത്തിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ടേംസിലൊക്കെ വെച്ചിട്ട് കണ്ടോ? ഈ ഒരു ഇക്വേഷൻ ഉണ്ടോ? ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ റീഅറേഞ്ച് ചെയ്ത് തരാം. അപ്പൊ ആ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ആ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ടേംസ് എല്ലാം ഉണ്ട്. W12 is equal to ഇതാണ് ഒരു ഇക്വേഷൻ. W12 which will be equal to എന്താണ്? W1 is equal to minus sigma I integral 1 to 2 del I ui external dot dr minus integral 1 to 2 ഇവിടെ സബ്മിഷൻ ഉണ്ട്, ij സബ്മിഷൻ ഉണ്ട്, del ij uij internal dot dr. ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ W12 എന്ത് ചെയ്തു? ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോഴ്സ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഒരു ഇക്വേഷൻ. അപ്പൊ ഇവിടെ W12ന്റെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട് ഉണ്ടോ? W12. അടുത്ത് അതുപോലെ തന്നെ ഇന്റേണൽ എനർജിയുടെ കേസ് ഇവിടെ ഉണ്ട്, എക്സ്റ്റേണൽ എനർജിയുടെ കേസ് ഇവിടെ ഉണ്ട് ഉണ്ടോ? 3 വാല്യൂസ് നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഈ 3 വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 3 വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് W1 പകരം ഞാൻ അവിടെ K2 minus K1 എന്ന് കൊടുക്കുവാണ്. K2 minus K1 ആണ് W12 പകരം. വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടെ del ui, അതായത് ഈ മൈനസ് സിഗ്മ ഐ ഇന്റഗ്രൽ del ui ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ഡെറൈവ് ചെയ്ത് വന്ന സമയത്ത് കണ്ടോ? ഇവിടെ മൈനസ് വാല്യൂ ഉണ്ട്. ഈ മൈനസ് സിഗ്മ ഐ ഇന്റഗ്രൽ 1 to 2 del I ui ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് ui external അല്ല U1 external minus U2 external എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും എന്ത് ചെയ്യേണ്ടത്? ഈ മൈനസ് വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഈ മൈനസ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വാല്യൂ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ റിസൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും മൈനസ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുക്കണ്ട, ഇവിടെ മൈനസ് കൊടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? അവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ അതിനെ ആഡപ്പ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതിയാകും. അപ്പോൾ സെക്കൻഡ് ടേമിൽ നമുക്ക് അവിടെ മൈനസ് എടുക്കുന്നില്ല. ഫസ്റ്റ് ടേമിൽ മാത്രമേ നമ്മൾ ഇവിടെ മൈനസ് വാല്യൂ എടുക്കുന്നുള്ളൂ. ഈ ഫസ്റ്റ് ടേം മൈനസ് ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വാല്യൂ ഡിഫറൻസ് ആയിരിക്കും. അത് ഇക്വേഷനിൽ വരുന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് അവിടെ എടുക്കത്തില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ വാല്യൂ, ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്റേണൽ എക്സ്റ്റേണൽ തിരിയുന്നത് എനിക്ക് അറിയത്തില്ല, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എക്സ്റ്റേണൽ വാല്യൂ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് U1 external plus ഒന്ന് ഒരു സൈഡിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതില് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് W1 കിട്ടുന്നത് K2 minus K1. ഈ ഒരു ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് W1ന്റെ വാല്യൂ വരുന്നത് K2 minus K1 എന്നാണ്.
അടുത്ത് ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ എനർജി ഉണ്ട്, ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിന്റെ മൈനസ് വാല്യൂസ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, മൈനസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, മൈനസ് വെച്ച് നമ്മൾ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് വാല്യൂ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യാം, ആ മൈനസ് അവിടെ ഇട്ടതിന് ശേഷം ഇതിന്റെ മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ മതി. കാരണം നമുക്ക് ഇനി സമ്മേഷൻ ചെയ്ത് എടുക്കണം അവിടെ. ഓക്കെ, സമ്മേഷൻ ചെയ്ത് എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഇത് ഇതുപോലെ എഴുതുക, നമുക്ക് കിട്ടിയ വാല്യൂസ് അതുപോലെ എടുത്ത് എഴുതുക. അതായത് u1 external minus u2 external minus u1 internal minus u2 internal. Okay, u2 internal. ഇതിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതിൽ അങ്ങോട്ട് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് ഒരു u1ന്റെ എക്സ്റ്റേണൽ എനർജിയും u1ന്റെ ഇന്റേണൽ എനർജിയും, ഓക്കെ, അതായത് u2ന്റെ എക്സ്റ്റേണൽ എനർജിയും u2ന്റെ ഇന്റേണൽ എനർജിയും അങ്ങനെ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് u1 external. ഓക്കെ, u1 external പ്ലസ് u1 internal. അത് ഒന്നാമത്തെ കേസിലുള്ള ഇന്റേണൽ എനർജിയും അതുപോലെ എന്താ അതിന്റെ എക്സ്റ്റേണൽ എനർജി. ഓക്കെ, ഇത് ഒരു കാറ്റഗറി. മൈനസ് എന്ത് കിട്ടാം, അടുത്ത u1 internal u2 internal പ്ലസ് u2 external. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ അറേഞ്ച് ചെയ്യേണ്ടത്. അവിടെ മൈനസിൽ അപ്പോൾ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഒന്നാമത് എന്ത് ചെയ്യണം, u1 എക്സ്റ്റേണലും u1 ഇന്റേണലും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ആഡപ്പ് ചെയ്ത് എഴുതി. അതുപോലെ തന്നെ u2 ഇന്റേണലും u2 എക്സ്റ്റേണലും ആഡപ്പ് ചെയ്ത് എഴുതി. ഇവിടെ ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ u1 external u1 internal എന്ന് പറയുമ്പോൾ എന്താ, ടോട്ടൽ നമുക്ക് u1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ടോട്ടൽ എനർജി, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതാണ് അവിടുത്തെ u1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ u2 internal പ്ലസ് u2 external എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൈനസ് എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ സെക്കൻഡ് കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെ കിട്ടിയത്, ദാറ്റ് ഇസ് k2 minus k1 which will be equal to u1 minus u2. Okay, k2 minus k1 which will be equal to u1 minus u2 എന്ന് കിട്ടി. ഇതൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും u1 plus k1 is equal to u2 plus k2. ഇതാണ് ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടോട്ടൽ എനർജി, അതായത് ഒന്നാമത്തെ കേസിൽ TE1 ഒന്നാമത്തെ കോൺഫിഗറേഷനിലുള്ള കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി പ്ലസ് രണ്ടാമത്തെ കോൺഫിഗറേഷനിലുള്ള ടോട്ടൽ എനർജി. അപ്പോൾ രണ്ടും എന്താണ്, ഈക്വൽ എന്ന് പറയാൻ പറ്റി. അപ്പോൾ ഒന്നാമത്തെ എനർജി രണ്ടാമത്തെ എനർജി ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു സിസ്റ്റം കൺസേർവ്ഡ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, കൺസർവേറ്റീവ് സിസ്റ്റം ആയിരിക്കും. ഇങ്ങനെയാണ് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസേർവ്ഡ് സിസ്റ്റം ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി വർക്ക് ഡൺ ഇക്വേഷൻ എടുക്കുക, അതിനുശേഷം അതിനെ കൈനറ്റിക് എനർജിയോട്ട് മാറ്റുക, അടുത്ത പൊട്ടൻഷ്യൽ എനർജി ടേംസ് എടുക്കുക. പൊട്ടൻഷ്യൽ എനർജി ടേംസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ആ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇന്റേണൽ എനർജിയും വരുന്നുണ്ട്, എക്സ്റ്റേണൽ എനർജിയും വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്റേണൽ എനർജി നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, I not equal to J ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇന്റേണൽ എനർജി ടേം വരുന്നുള്ളൂ. കൈനറ്റിക് എനർജിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇന്റേണൽ എനർജി ടേം അവിടെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റേണൽ എനർജി നമ്മൾ അവിടെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എനർജി മാത്രമേ എടുക്കുന്നുള്ളൂ. k2 minus k1 എന്ന വാല്യൂ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി മൊത്തത്തിൽ നോക്കുന്നു എന്ന് പറഞ്ഞാലും മതി, ടോട്ടൽ എനർജി നോക്കുന്നു എന്ന രീതിയിൽ എടുത്താലും മതി. FIയുടെ വാല്യൂ, ഓക്കെ, അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഇന്റേണൽ എനർജി ആയിട്ടും എക്സ്റ്റേണൽ എനർജി നോക്കാതെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു, FI എന്ന രീതിയിൽ എടുക്കുന്നു അങ്ങനെ എടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് TE1 is equal to TE2 എന്ന് കിട്ടും. Thus we can say that this is a conservative system. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി K ആയിരിക്കും കൈനറ്റിക് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, സബ്മേഷൻ കൊടുക്കുന്നത് സിഗ്മ KA ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു MI/VI². ഓക്കെ, MI/VI². അപ്പോൾ ഇത് അവിടുത്തെ എന്താണ്, ആ ഒരു ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് എടുക്കണം. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്ത് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് എടുക്കും. ആ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ബാക്കി ഡെറിവേഷൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിജിഡ് ബോഡി ആവുന്ന സമയത്ത്, റിജിഡ് ബോഡി ആണെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, പാർട്ടിക്കിൾസ് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, രണ്ടാമത്തെ പാർട്ടിക്കിൾ ഇവിടെയാണ്, ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു കല്ല് എടുക്കുകയാണ്, കല്ലിനകത്ത് രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കല്ലിലിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓക്കെ, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ കൊണ്ട് റിലേറ്റീവ് മാറാം, അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിലും മാറാം.
പക്ഷെ ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. ഇപ്പൊ ഇത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും, വൈ എന്ന് പറഞ്ഞ പോയിന്റ് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, ആർ ഐ ജെ തന്നെയായിരിക്കും, അതൊരിക്കലും മാറുന്നില്ല. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇതെന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ ഐ ജെ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്, വെലോസിറ്റി ആണ്, വിച്ച് ഈസ് ദ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. സിഎമ്മിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വി ഐ എന്നൊരു മെഷർമെന്റ് എടുക്കുന്നുണ്ട്. വി ഐ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ith പാർട്ടിക്കിൾ. ഓക്കെ, ith പാർട്ടിക്കിളിന്റെ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് കേട്ടോ. കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഒരു ഫിഗർ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഒരു ഇതുപോലത്തെ ഫിഗർ, റിജിഡ് ബോഡി ഇരിപ്പുണ്ട്. ഇത് സി എം ആണ്, ഇതാ ഒരു ഡിസ്റ്റൻസ് ആർ ഐ ജെ ആയിരിക്കും. ആൻഡ് ഇവിടെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് ഞാൻ അവിടെ നിന്നുള്ള വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പൊ ഇവിടം വെച്ച് നമ്മളിപ്പോ ഒരാൾ ഒബ്സർവ് ചെയ്യുവാണ് ഈ ഒറിജിനിൽ നിന്നിട്ട്, ഓക്കെ, ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ ആ ഒരു വെലോസിറ്റി, അതാണ് നമ്മൾ വി ഐ എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വി ഐ ഡാഷ് ഉണ്ട്. വി ഐ ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ വി ഐ ഡാഷ് എന്ന് പറയുന്നത് അവിടുത്തെ സെന്റർ ഓഫ് മാസ് വെച്ച് നോക്കുന്ന സമയത്ത്, ഇതിലെ സെന്റർ ഓഫ് മാസ് സി എം എന്ന് പറഞ്ഞാൽ, അപ്പൊ സെന്റർ ഓഫ് മാസ് വെച്ച് ഈ ഒരു ആർ ഐ അല്ലെങ്കിൽ ith പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഓക്കെ, ഒന്നാമത്തെ വെലോസിറ്റി കോർഡിനേറ്റ് ഒറിജിൻ വെച്ചിട്ടുള്ളതാണ് വി ഐ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വി ഐ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ith പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്. ഓക്കെ, അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ വെലോസിറ്റി, സിസ്റ്റത്തിന്റെ അല്ല, ആ ഒരു പാർട്ടിക്കിളിന്റെ ടോട്ടൽ വെലോസിറ്റി നമുക്ക് എന്നിങ്ങനെ പറയാൻ പറ്റും. ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഒറിജിൻ അല്ലെങ്കിൽ കോർഡിനേറ്റിൽ വെച്ചിട്ടുള്ള വെലോസിറ്റി നമ്മൾ എടുക്കേണ്ടത് വി ഐ, സ്മോൾ വി ഐ, വിച്ച് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ വി പ്ലസ് എന്താണ്, ക്യാപിറ്റൽ വി പ്ലസ് വി ഐ ഡാഷ് എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരാൾ നോക്കുന്ന സമയത്ത് അയാൾ കാണുന്ന വെലോസിറ്റി ഒന്ന് ആ ഒരു സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയും പ്ലസ് എന്താണ്, സെന്റർ ഓഫ് മാസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പാർട്ടിന് കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, ഈ രണ്ട് വെലോസിറ്റി സമ്മായിട്ടാണ് നമ്മൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അവിടെ ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് പറഞ്ഞ ith പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞു, ഒരു കോർഡിനേറ്റ് വെച്ച് നോക്കുന്ന സമയത്തുള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്ത് കെയുടെ വാല്യൂ എന്തായിട്ട് നമുക്ക് k is equal to half into mi into capital V plus vi dash square. ഓക്കെ, ക്യാപിറ്റൽ വിക്ക് ഐ വരത്തില്ല സഫിക്സ് ആയിട്ട്, കാരണം അത് സെന്റർ ഓഫ് മാസ് ആണ്. എല്ലാ പാർട്ടിക്കിൾസിനും സെന്റർ ഓഫ് മാസ് ഒന്നായിരിക്കും, അതിനെ വിത്ത് റെസ്പെക്ട് ആ ഒരു വാല്യൂ അവിടെ വരുന്നത്. അപ്പൊ ഇതിപ്പോ എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, ബി പ്ലസ് ബി ഐ ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഹാഫ് ഇൻറ്റു എം ഐ ഇൻറ്റു അതായത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ സ്ക്വയർ ആയിട്ട് എഴുതണ്ട, വി ഇൻറ്റു ബി എന്ന് കൊടുത്താൽ മതി കേട്ടോ. വി ഇൻറ്റു ബി നമുക്ക് അടുത്ത സിംപ്ലിഫിക്കേഷൻ വേണ്ടിയാണ്, സ്ക്വയർ എഴുതിയിട്ട് എടുത്താലും മതി, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വി ഇൻറ്റു ബി എന്ന് എടുക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ വി ഐ ഡാഷിന്റെ സ്ക്വയർ ആണ്, വി ഐ ഡാഷ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ബി, ടു എ ബി, ടു ഇൻറ്റു ക്യാപിറ്റൽ വി ഡോട്ട് സ്മോൾ വി ഐ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്തത്. ഇനി ഇതില് എക്സ്പാൻഡ് ചെയ്തല്ലോ, ഇതിലിപ്പോ നമുക്ക് ഞാൻ സെപ്പറേറ്റ് എടുക്കാൻ പറഞ്ഞു, നമുക്ക് ലാസ്റ്റത്തെ കേസിൽ അവിടെ ആ ഒരു എം ഐ ഇൻറ്റു ക്യാപിറ്റൽ വി സ്മോൾ വി, ഈ ഒരു വാല്യൂ നമുക്ക് വേണം ഇത്. ഓക്കെ, അപ്പൊ അതെടുക്കാൻ വേണ്ടി ഞാൻ സ്പ്ലിറ്റ് എഴുതാൻ പറഞ്ഞത്. നമ്മൾ അല്ലാതെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, ഹാഫ് ഇൻറ്റു എം ഐ ഇൻറ്റു വി സ്ക്വയർ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഐ ഇൻറ്റു വി ഐ സ്ക്വയർ ഇങ്ങനെ വരും. ബാക്കി ഈ ടേമിന് എന്ത് ചെയ്യും, നമ്മൾ ഹാഫ് കൊടുക്കുന്ന സമയത്ത് പ്ലസ്, ഹാഫ് കൊടുക്കുന്ന സമയത്ത് ഈ ടു ക്യാൻസൽ ആയി പോവും, എം അവിടെ ഉണ്ടാവും, ഈ എം ഐ അവിടെ വരും. ഓക്കെ, ഇതിന് ക്യാൻസൽ ആവും. ബാക്കി എന്താ കിട്ടുന്നത്, ബി ഡോട്ട് വി എ എന്നായിരിക്കും വരുന്നത്. ഇതില് നമുക്ക് ഇപ്പൊ കിട്ടിയല്ലോ ഈ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ ശരിക്കും എന്താണ്, സീറോ ആണ്. നമ്മൾ അത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഒരു ആംഗുലർ മോമെന്റം റിലേഷൻ എടുത്ത സമയത്ത് പറഞ്ഞു. അത് സീറോ ആവേണ്ട റീസൺ എന്ന് പറയുന്നത്, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം, ഈ ലാസ്റ്റ് ടേം ഉണ്ടോ, ഈ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ആണ്, അതായത് എം ഐ ഇൻറ്റു
Vi small capital V into small v. ഓക്കെ, സ്മോൾ d. ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ ടേം നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കിട്ടും? ഈ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വരുന്നത് Vi അതുപോലെ ഇടാം, Vi ഇൻറ്റു എം ഇൻറ്റു വി ഐ എന്ന് കൊടുക്കുക, സ്മോൾ വി ഐ. ഈ സ്മോൾ വി ഐക്ക് പകരം ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണ് എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ, എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അതെന്തെന്ന് എഴുതാൻ പറ്റും? ഇവിടെ ഒരു സബ്മേഷൻ കൂടി വരും. ഓക്കെ, സബ്മേഷൻ സിഗ്മ കൊടുത്തിട്ട് സബ്മേഷൻ വരും. ഇത് എം ഇൻറ്റു എം ഐ ആർ ഐ ഡാഷ് ആണ്. ഓക്കെ, എം ഐ ആർ ഐ ഡാഷ് ആണ്, അതായത് ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞു എം ഐ ആർ ഐ ആണെങ്കിൽ ഒരു സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എം ഐ ആർ ഐയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും എന്ന് പറയും. മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസും ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെയും വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? ഈ ടേം കംപ്ലീറ്റ് അവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, ഈ ടേം നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ റീസൺ എഴുതിയാൽ മതി, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സെന്റർ ഓഫ് മാസ് തിയറം. ഓക്കെ, സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് അതെന്താണ്? ആ ഒരു വാല്യൂ കംപ്ലീറ്റ്ലി 0 ആണ്. അത് എം ഐ ആർ ഐ എന്നൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ, എം ഐ ആർ ഐയോ എം ഐ ആർ ഐ ഡോട്ടോ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് അവിടെ നമുക്ക് 0 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതവിടെ പോകുന്നത്. ഇത് എം ഐ ആർ ഐ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ഡെറിവേറ്റീവ് പുറത്തോട്ട് മാറ്റിയാൽ മതി. അത് നമുക്ക് എം ഐ ആർ ഐ ഡാഷ് ഡോട്ട് എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിൽ നമ്മൾ ഡെറിവേറ്റീവ് ഒന്ന് പുറത്ത് മാറ്റി കഴിഞ്ഞാൽ അത് വി ഐ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഇങ്ങനെ കൊടുക്കുന്ന, എം ഐ ആർ ഐ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ സെന്റർ ഓഫ് മാസിൽ പറഞ്ഞ എം ഐ ആർ ഐ തന്നെ കിട്ടി. നമ്മൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് 0 ഇക്വേറ്റ് ചെയ്യുന്ന പോലെ ഡെറിവേറ്റീവ് പുറത്തെടുത്തതിന് ശേഷം ഇത് 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്തു. സോ എന്തായാലും കംപ്ലീറ്റ്ലി അത് അവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, ദാറ്റ് ഈസ് ദ റേഡിയസ് വെക്ടർ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് എപ്പോഴും എന്തായിരിക്കും? അത് അവിടെ 0 ആയിരിക്കും. ഹെൻസ് നമുക്ക് എം ഐ വി ഐ ഡോട്ട് വി ഐ ഡാഷ് എന്തായിരിക്കും? അത് നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി ടേംസിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? കൈനറ്റിക് എനർജി ടേം K is equal to സിഗ്മ ഹാഫ് ഇൻറ്റു M1 MI സ്ക്വയർ പ്ലസ് സിഗ്മ I ഇൻറ്റു ഹാഫ് MI small vi dash square എന്ന് കിട്ടും. Okay, and which will be equal to half m capital small m തന്നെ കേട്ടോ. സ്മോൾ എം മാറ്റി ക്യാപിറ്റൽ എം ആക്കാം. സബ്മേഷൻ മാറ്റി, സബ്മേഷൻ മാറ്റി കഴിഞ്ഞാൽ ഈ എം ഐ എന്നുള്ളത് എല്ലാം കൂടി ആഡപ്പ് ചെയ്ത് ക്യാപിറ്റൽ എം ആക്കാം. ക്യാപിറ്റൽ എം ഇൻറ്റു വി സ്ക്വയർ എന്ന് മാറ്റാം. വി സ്ക്വയർ പ്ലസ് കെ ഡാഷ് എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ നമുക്ക് ഇത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് കെ ഡാഷ് എന്നാണ്. അപ്പൊ ഇതില് ഈ ഹാഫ് എം വി സ്ക്വയറിൽ ഇപ്പൊ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ വരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ വിച്ച് വിൽ ബി ഈക്വൽ ടു K0 പ്ലസ് കെ ഡാഷ് എന്ന് കൊടുക്കാം. അപ്പൊ ഈ K0 എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതെന്താണ്? കൈനറ്റിക് എനർജി ഓഫ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവ് കറസ്പോണ്ടിങ് ടു മോഷൻ ഓഫ് ദ മാസ്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു ഒബ്സർവറിനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരാളെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു, അല്ലെങ്കിൽ ഒബ്സർവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് കിട്ടുന്ന മാസ് ആണ്. അല്ലെ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു K0 എന്ന് പറയുന്നത് എന്താണ്? K0 is the kinetic energy of the system with respect to the observer corresponding to the linear motion of the center of mass. സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റ് കാരണം, ആ ഒരു സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റ് കാരണം കിട്ടുന്ന കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം ക്യാപിറ്റൽ വി സ്ക്വയർ എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് അറിയില്ല, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എന്താണ്? അത് സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് വരുന്ന വെലോസിറ്റി ആണ്. ഓക്കെ, ക്യാപിറ്റൽ വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൈനറ്റിക് എനർജി നമുക്ക് K0 എന്ന് പറയുന്നത്. ആൻഡ് കെ ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കെ ഡാഷ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു സെന്റർ. അതായത് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ. ഓക്കെ, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താണ് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്. അപ്പൊ അവിടെ കിട്ടുന്ന കൈനറ്റിക് എനർജിയാണ് കെ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ K0 നമ്മൾ ഒബ്സർവർ നോക്കുന്ന സമയത്തുള്ള സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കൈനറ്റിക് എനർജി ടേമും കെ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പൊ ആ പാർട്ടിക്കിൾ എന്ത് പറയാം? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസിന് വെലോസിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ വെലോസിറ്റി കിട്ടുന്ന പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ടേമാണ് കെ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കൈനറ്റിക് എനർജി ടേംസിൽ വരുന്നത്. ഇനി ഇതില് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇക്വേഷൻ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വരുന്നത്. എന്താണ്? ആ പൊട്ടൻഷ്യൽ എനർജി U is equal to U external plus U internal ആണ്. ഓക്കെ, ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എനർജിയും ഇന്റേണൽ പൊട്ടൻഷ്യൽ സം ആണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം കിട്ടുന്നതാണ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്.
ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ വഴിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇന്റേണൽ ഇത് അത് ഒരു പാർട്ടിക്കിൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു ഒരിക്കലും ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് നോക്കുക. ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്ന ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ. താങ്ക് യു.